ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ശിവരാത്രിയാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ശിവാലയ ഓട്ടത്തിനായി പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു ശിവാലയ ഓട്ടത്തിന് പോയ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്രാവശ്യം നമ്മൾ അഖിലും കൂടെ ഉണ്ട്, അഖിലും ഫാമിലിയുണ്ട്, അഖിലും വൈഫും കുഞ്ഞും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ അഖിലിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടുന്ന് അവരുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് അമ്പലങ്ങളും മെയിനായിട്ട് ആദ്യത്തെ ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്തൊരു അമ്പലമുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞിട്ട് ഉദയംകുളങ്ങര കഴിഞ്ഞിട്ട് പോകുന്ന ഒരു സ്ഥലമുണ്ട്, ചെങ്കൽ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അപ്പോൾ ആ അമ്പലത്തിലാണ് സ്റ്റാർട്ടിങ്. ആ അമ്പലത്തിൽ ആദ്യം പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ പോകാനുള്ള ഒരു പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ടുട്ടു നമ്മൾ ഇങ്ങോട്ട് പോകുന്ന ഇപ്പോൾ ശിവാലയോട്ടത്തിന്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് നമുക്കൊക്കെ ഓർമ്മയുണ്ടോ? കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ പോകുന്ന കുറച്ച് അമ്പലങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നേരെ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം സമയം രാവിലെ 6:45 അങ്ങനെ നമ്മൾ റെഡിയായി ഇവിടുന്ന് നേരെ അഖിലിൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. അഖിലിൻ്റെ വീട്ടിൽ പോയി ബൈക്ക് അവിടെ വച്ചിട്ട് നമ്മൾ അഖിലിൻ്റെ ഓട്ടോയിലാണ് ശിവാലയ ഓട്ടത്തിനായിട്ട് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ അഖിലിൻ്റെ വീട്ടിലോട്ട് എത്തി. നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്ത് ചെങ്കൽ അമ്പലത്തിലേക്കാണ് ആദ്യം പോകുന്നതെന്നാണ്. അപ്പോൾ അഖിലിൻ്റെ വീട്ടിനടുത്ത് തന്നെ ഒരു 3-4 കിലോമീറ്ററിന് ചുറ്റളവിൽ തന്നെ ഒരു 3 ക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ ഒരു 3 ക്ഷേത്രങ്ങൾ കവർ ചെയ്തിട്ടാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത്, ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ആദ്യം വന്നേക്കുന്നത് കഴുനാട് ശ്രീ ഇണ്ടളയപ്പ ക്ഷേത്രത്തിലേക്കാണ്. അഖിലിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടുത്തെ ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്ത് രണ്ടാമത്തെ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ നേരത്തെ നിന്ന ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ പേര് കല്ലയം ദേവീക്ഷേത്രം എന്നാണ്. പക്ഷേ കല്ലയം ദേവീക്ഷേത്രമാണെങ്കിലും ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് രണ്ടാമത്തെ ദർശനവും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നേരത്തെ നിന്ന അമ്പലത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം സഞ്ചരിച്ച് നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ പേര് ഏണിക്കര ശ്രീ വടക്കേടം ശിവക്ഷേത്രം എന്നാണ്. അങ്ങനെ ഏണിക്കരയിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളിപ്പോൾ നെയ്യാറ്റിൻകര എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും പിള്ളേർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലോട്ട് കയറി അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്ററോളം സഞ്ചരിച്ച് നമ്മളിപ്പോൾ ചെങ്കൽ ശിവക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് പകർത്താൻ പറ്റാത്തതുകൊണ്ട്
അമ്പലത്തിൽ കയറി തൊഴുതു. ഈ ഒരു ശിവലിംഗത്തിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ്. അങ്ങനെ 4 പേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 5 വയസ്സ് വരെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. നമുക്ക് അകത്തോട്ട് കയറാം. സംഭവം അകത്ത് വീഡിയോ അലൗഡ് അല്ലെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നമുക്ക് അതുവരെയുള്ള കാഴ്ചകൾ എന്തായാലും കാണാം. അങ്ങനെ നമ്മൾ ഈ ഒരു ശിവലിംഗത്തിനകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനകത്ത് എന്തായാലും മൊബൈൽ അലോഡല്ല. അപ്പോൾ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ എന്തായാലും ഞാൻ കാണിക്കാം. ബാബാ ഇത്ര ആൾക്കാർ അവിടെ കയറാൻ വേണ്ടിയിട്ട് ക്യൂ ആണ്. അപ്പം നമുക്ക് ഇനി ക്യൂവിലോട്ട് ചെന്ന് നിൽക്കാം. അന്ന് വന്നപ്പോൾ ടിക്കറ്റ് എത്ര രൂപ? 100 രൂപ. 100 രൂപ. ഇപ്പോൾ അത് 200 രൂപ. ഇപ്പോൾ ബിസിനസ് കട്ട വെയിലായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോൺ നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ക്ലോക്ക് റൂമിൽ ഫോൺ എത്തിച്ചിട്ട് വേണം പോകാൻ. ഒരു ഫോണിന് അവർ ചാർജ് ചെയ്യുന്നത് 5 രൂപയാണ്. നമ്മൾ ഇതിനകത്തുള്ള സംഭവങ്ങളൊക്കെ കണ്ട് പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് വന്നത് ആഴിമലയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയത് ചെങ്കലായിരുന്നു. ചെങ്കൽ ശിവക്ഷേത്രത്തിലാണ്. അവിടുന്ന് നേരെ നമ്മൾ ആഴിമല ശിവക്ഷേത്രത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് വരുമ്പം തന്നെ നമുക്ക് ആ ശിവൻ്റെ പ്രതിമ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ
ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലായിടത്തും. നമ്മളിപ്പോൾ കയറിയ ചെങ്കല്ലായാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഊണ് കഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് അന്നദാനം കഴിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ക്യൂ ആണ്. എന്തായാലും പോയി കഴിക്കാം. ഓം ശിവോഹം ഓം ശിവോഹം രുദ്രനാമം ഭജേഹം ഭജേഹം ഹര 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 മഹാദേവ് ഹര 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 മഹാദേവ് അണ്ട ബ്രഹ്മാണ്ട കോടി അഖില പരിപാലന പൂരണ ജഗത്കാരണ സത്യദേവ ദേവ പ്രിയ അങ്ങനെ നമ്മളിപ്പോൾ ആഴിമല ക്ഷേത്രത്തിൻ്റെ ബീച്ചിലാണുള്ളത്. ക്ഷേത്രം എന്തോ ആ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് നേരെ ഇപ്പം ഇത് 5ാമത്തെ അമ്പലമാണ്. ഇവിടെ നേരെ ഇനിയിപ്പോൾ സിറ്റിയിലോട്ട് പോയി ബാക്കിയുള്ള അമ്പലത്തിൽ പോകാനുള്ള ഒരു പ്ലാനിലാണ് ഇരിക്കുന്നത്. 7 നമ്മൾ 6ാമത്തെ അമ്പലം കിള്ളിപ്പാലത്തുള്ളൊരു അമ്പലമായിരുന്നു. ഈ ഒരു ക്ഷേത്രത്തിലാണ് വന്നത്. അപ്പോൾ ഇവിടെ കയറി തൊഴുതു. ഇനി നമ്മൾ അങ്ങനെ നമ്മൾ 7ാമത്തെ അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. 7ാമത്തെ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ ദേവസ്വം ബോർഡിന് തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണ്. ദേവസ്വം ബോർഡ് ജംഗ്ഷൻ്റെ തൊട്ടടുത്താണ് ശ്രീ മഹാദേവ ക്ഷേത്രം.
അങ്ങനെ നമ്മൾ 8ാമത്തെ അമ്പലമായ ഉദയന്നൂർ ശിവക്ഷേത്രത്തിലോട്ട് എത്തി. അങ്ങനെ നമ്മളിപ്പോൾ 9ാമത്തെ അമ്പലമായ കുന്നത്ത് ശ്രീ മഹാദേവ ടെമ്പിളിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതുകൂടെ കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയി ഉറങ്ങാനല്ല, മാക്സിമം ഉറങ്ങാതിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ നമ്മളിപ്പോൾ വന്നേക്കുന്ന ഈ ഒരു 9ാമത്തെ അമ്പലം, ഈ കുന്നത്ത് മഹാദേവൻ്റെ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് കുറേ ഓർമ്മകൾ തരുന്ന ഒരു അമ്പലം കൂടിയാണ്. അതായത് നമ്മൾ 30 വർഷത്തോളം നമ്മളവിടെ താമസിച്ച്, നമ്മളിപ്പോൾ താമസിക്കുന്നത് ഈ ഒരു പരിസരത്തല്ല, ഇപ്പോൾ താമസിക്കുന്നത് ചുള്ളിമാനൂരാണ്. അപ്പോൾ നമ്മൾ കുടപ്പനക്കുന്ന് എന്നുള്ള ഈ സ്ഥലത്താണ് ഈ ഒരു കുന്നത്ത് ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഓർമ്മകളെന്ന് പറയുമ്പോൾ നമ്മളെ വീടുമായിട്ടും സ്കൂളുമായിട്ടൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്ന അമ്പലം കൂടിയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ വന്ന് കണ്ട് തൊഴുതു പോകുന്ന ഒരു അമ്പലം കൂടിയാണ് ഈ ഒരു കുന്നത്ത് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.